നമസ്കാരം. ഇന്ത്യയിലെ ടെലികോം രംഗത്ത് വൻ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന മാറ്റവുമായി കേന്ദ്ര ടെലികോം മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. ടെലികോം കമ്മ്യൂണിക്കേഷൻ നിയമത്തിന് കീഴിൽ വിജ്ഞാപനം ചെയ്തിട്ടുള്ള റൈറ്റ് ഓഫ് വേ നിയമങ്ങൾ പാലിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്ര ഭരണ പ്രദേശങ്ങളോടും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഓരോ സംസ്ഥാനത്തെയും റൈറ്റ് ഓഫ് വേ നിയമങ്ങൾ വ്യത്യസ്തമാണ്. ഈ രീതി മാറ്റി രാജ്യത്തെല്ലായിടത്തും ഒരൊറ്റ റൂൾ അവതരിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ഓരോ സംസ്ഥാനത്തും റൂൾ വ്യത്യസ്തമായതിനാൽ തന്നെ ടെലികോം കമ്പനികൾ വിവിധ പ്രദേശങ്ങളിൽ അടിസ്ഥാന ടെലികോം സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനും അനുമതി നേടുന്നതിനും വ്യത്യസ്ത തുക ചിലവഴിക്കേണ്ടി വരുന്നുണ്ട്. പലയിടത്തെയും നിയമങ്ങൾ ടെലികോം കമ്പനികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒഴിവാക്കാനും രാജ്യത്തെല്ലായിടത്തും ടെലികോം സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഒരേ ചിലവ് ഉറപ്പാക്കുന്നതിനും പുതിയ റൂള് സഹായിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത റൂള് മൂലം ടെലികോം കമ്പനികൾക്ക് കണക്ടിവിറ്റി ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാൻ കാലതാമസം നേരിടുന്നുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ എന്ന നയത്തിന് ഉൾപ്പെടെ തിരിച്ചടിയാണ്. ഈ സാഹചര്യത്തിലാണ് ടെലികോം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ നിർണായകമാകാൻ സാധ്യതയുള്ള പുതിയ നയം മാറ്റം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. പൊതു സ്വകാര്യ വസ്തുവകകളിൽ മൊബൈൽ ടവറുകളും മറ്റ് ടെലികോം ഇൻഫ്രാസ്ട്രക്ചറുകളും സ്ഥാപിക്കുന്നതിനുള്ള നിശ്ചിത മാനദണ്ഡങ്ങൾ അടങ്ങുന്നതാണ് റൂള്. അടുത്തിടെ വിജ്ഞാപനം ചെയ്ത ടെലികോം റൂൾസ് 2025 ജനുവരി 1 മുതൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിരിക്കും. പൊതുസുരക്ഷയ്ക്കും സുതാര്യതയ്ക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് പുതിയ റൂള് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനാൽ പ്രോപ്പർട്ടി ഉടമകളും ടെലികോം കമ്പനികളും പുതിയ നയം നിർബന്ധമായും പാലിക്കണം. എല്ലാ സംസ്ഥാനങ്ങളോടും അവരുടെ പോർട്ടലുകളിൽ അപ്ഗ്രേഡ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതായി ED റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട എല്ലാ അധികാരികളെയും അറിയിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് സെക്രട്ടറി നീരജ് മിത്തൽ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പുതിയ ടെലികോം റൂൾസ് നടപ്പിലാക്കുന്നതിലൂടെ രാജ്യത്തുടനീളം ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിൽ ടെലികോം കമ്പനികൾക്കെല്ലാം ഒരേ ചിലവ് തന്നെയാകും വരുന്നത്. അംബാനിയുടെ റിലയൻസ് ജിയോ മുതൽ എയർടെൽ, വോഡാഫോൺ ഐഡിയ തുടങ്ങി സർക്കാർ ഉടമസ്ഥതയിലുള്ള BSNL വരെ ഈ നയമാറ്റം ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. രാജ്യത്തെ എല്ലായിടത്തും ഒരേ ടെലികോം റൂൾസ് നടപ്പിലാക്കുന്നതോടെ ഒപ്റ്റിക്കൽ ഫൈബർ ലൈനുകളുടെയും ടെലികോം ടവറുകളുടെയും ഇൻസ്റ്റോളേഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നത്. രാജ്യത്തെ 5G നെറ്റ്വർക്കുകളുടെ വേഗത്തിലുള്ള വ്യാപനത്തിനടക്കം ഈ മാറ്റം ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. BSNL 4G വ്യാപനത്തിനും ഇത് ഗുണം ചെയ്യും. ഇന്ത്യയിലുടനീളം ഏകീകൃത റൂള് നടപ്പിലാക്കണമെന്ന് ടെലികോം കമ്പനികൾ തന്നെ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ടെലികോം വകുപ്പ് സംസ്ഥാനങ്ങൾക്ക് റൂൾ അപ്ഡേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പുതിയ റൂള് നടപ്പിലാക്കുന്നതോടെ ടെലികോം കമ്പനികൾക്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ അനുമതികൾ നേടുന്ന പ്രക്രിയ ഡിജിറ്റൽ ആകും. ഇത് കാര്യങ്ങൾ എളുപ്പമാക്കുന്നതാണ്. എല്ലാ നടപടികളും ഡിജിറ്റൽ ആകുന്നതിനാൽ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിക്കുമെന്ന നേട്ടവുമുണ്ട്. ഇപ്പോൾ പല സംസ്ഥാന സർക്കാരുകളിൽ നിന്നും വിവിധ അനുമതികൾ നേടണമെങ്കിൽ ഓഫ്ലൈനായി ഒരുപാട് നടപടിക്രമങ്ങൾ പിന്നിടുകയും അതിന്റെ പുറകെ നടക്കുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. പുതിയ റൂള് പ്രാബല്യത്തിൽ വരുന്ന ജനുവരി 1 മുതൽ ഈ അവസ്ഥ മാറും.